യേശുവിനെ ഒറ്റിക്കൊടുത്തവരും, യേശുവിനെ ചതിച്ചവരും, വഞ്ചിച്ചവരും, നിന്ദിച്ചവരും, ചാട്ടവാറുകൊണ്ട് അടിച്ചവരും, യേശുവിനെ ക്രൂശിൽ കയറ്റണമെന്ന് മുറവിളി കൂട്ടിയ ജനവും ഇവരാരും ഇന്ന് ഈ ഭൂമുഖത്തില്ല. പക്ഷേ എൻ്റെ യേശു എന്നും ജീവിക്കുന്നു. യേശുവിനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദ ആയുസ്സിന് വളരെ ദീർഘമുണ്ടായില്ല. യേശുവിനെ ചാട്ടവാറ കൊണ്ട് അടിച്ചവർക്കും ആയുസ്സിന് ദീർഘമുണ്ടായില്ല. യേശുവിനെ ക്രൂശിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞവർക്കും ആയുസ് അധികമുണ്ടായില്ല. ഇവരെല്ലാം സന്തോഷിച്ചതായ ദിനങ്ങളായിരുന്നു യേശുവിനെ ക്രൂശിലേറ്റിയതിനു ശേഷമുള്ള ശനിയാഴ്ചയുടെ ദിവസം. 3.5 വർഷക്കാലത്തെ അവരെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, അവർക്ക് തലവേദനയായിരുന്ന ഒരു വലിയ വിഷയത്തിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസത്താൽ സംഘദ്രീം സംഘവും ഇതിൻ്റെ പിന്നിൽ മുറവിളി കൂട്ടിയവരും സമാധാനത്തോടെ ഉറങ്ങാം എന്ന് കരുതിയത്. പക്ഷേ അവർക്കാർക്കും ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന ശനിയാഴ്ചയുടെ രാത്രി എൻ്റെ യേശുവപ്പൻ യോസഫിൻ്റെ കല്ലറയിൽ സുഖമായി നിദ്രയിലായിരിക്കുന്നു. കാരണം അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഈ മന്ദിരത്തെ നിങ്ങൾ പൊളിച്ചു കളവിൻ, 3 നാൾ കൊണ്ട് ഞാനതിനെ പണിതുയർത്തും. യേശുവിൻ്റെ നിശബ്ദമായിരിക്കുന്ന ശനിയാഴ്ചയുടെ ദിനം ലോകമനുഷ്യർക്കും അല്ലെങ്കിൽ തന്നെ ഒറ്റിക്കൊടുത്തവർക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കാം. പക്ഷേ യേശുവിനെ ഒറ്റിക്കൊടുത്തവർ ദുഃഖിക്കേണ്ടതും കരയേണ്ടതും വിലപിക്കേണ്ടതുമായ ഒരു ഉയർപ്പിൻ്റെ ഞായറാഴ്ച വരുന്നുണ്ട് എന്നുള്ളത് ഈ ജനത്തിന് അറിയത്തില്ല. യേശുവിൻ്റെ ശരീരം ശനിയാഴ്ചയുടെ ദിവസം വളരെ സൈലൻ്റായി, വളരെ നിശബ്ദമായി യോസഫിൻ്റെ കല്ലറയിൽ കിടക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത് 2025 വർഷങ്ങൾക്കപ്പുറം സംഭവിച്ചത്. ആ യേശു ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. തന്നെ ഉപദ്രവിച്ചവർക്കും തന്നെ ഒറ്റിക്കൊടുത്തവർക്കും തന്നെ തള്ളിപ്പറഞ്ഞവർക്കും മറുപടിയായി യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കും. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ പിതാവ് തൻ്റെ മരണത്തിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം രക്ഷകനായി നീ സ്വീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലും ഈ രക്ഷകൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകും. നിന്നെ തള്ളിക്കളയുവാനും, നിന്നെ ഒറ്റിക്കൊടുക്കുവാനും, നിന്നെ ക്രൂശിക്കുവാനും, നിന്റെ മരണസമാനപരമായിരിക്കുന്ന രീതിയിലേക്ക് തള്ളിയിടുവാനും നോക്കുന്നവർക്ക് മുന്നിൽ നിന്റെ ജീവിതം എന്നും ഒരു വിജയമായി കാണണമോ? യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കൂ. ഗോഡ് ബ്ലെസ് യു.